സോ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഒരു വാമപ്പ് ചെയ്യാമെന്ന് നോക്കാം. സോ ബേസിക്കലി വാമപ്പിന് 3 സ്റ്റെപ്പാണ് വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ജോയിന്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക, ദെൻ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക, ദെൻ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഈ 3 പ്രോസസ്സാണ് വരുന്നത്. സോ ഞാനിപ്പോൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഒരു 10 റെപ്പിറ്റേഷൻ വെച്ച് ഒരു 2 സെറ്റ്. സോ മാക്സിമം ഒരു 10 to 15 മിനിറ്റ്സിനകത്ത് തന്നെ വാമപ്പ് ക്ലോസ് ചെയ്യാൻ നോക്കുക. സോ ഞാൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി ഒരു 10 to 50 റെപ്പിറ്റേഷൻ 2 സെറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് നെക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. സോ ഈ ഒരു ആക്ടിവിറ്റി ഒരു 3 to 5 ടൈം 2 സെറ്റ് ചെയ്യുക. ദെൻ ഷോൾഡർ ഫ്രണ്ടിലോട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടും റൊട്ടേറ്റ് ചെയ്യുക ഒരു 10 ടൈംസ് 2 സെറ്റ്. ദെൻ അതുപോലെ ആം സർക്കിൾസ് ചെയ്യുക. ഇത് മുന്നിലോട്ടും ബാക്കിലോട്ടും 10 വെച്ച് 2 സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ എൽബോസിനെ ആക്ടിവേറ്റ് ചെയ്യുക. 2 3 4 1 2 3 ഈ ഒരു ലെവലിലാണ് ചെയ്യേണ്ടത്. ദെൻ റിസ്റ്റ് ജോയിന്റ്. ഓക്കെ, അഗെയിൻ 1 2 3 4 5. ദെൻ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുക. ഇതും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ചെയ്യുക. ഓരോ ഹാൻഡും ചെയ്യുക. ഓക്കെ, ദെൻ ഹിപ്പാണ്. ഹിപ്പ് വരുമ്പോൾ ബേസിക്കലി എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ട്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എപ്പോഴും എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലായിരിക്കണം ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ രീതിയിലാണ്, അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ഈ ഒരു മൂവ്മെന്റ് ഹിപ്പിന് വരുന്നില്ല. ദെൻ നമ്മുടെ നീ ചെയ്യേണ്ടത് കാല് ഒരു ഫുള്ള് ചേർത്ത് വെക്കേണ്ട, ഒരു അല്പം ചേർത്ത് വെച്ചിട്ട് 1 2 3 അതുപോലെ തന്നെ 1 2 3 1 2 3. ദെൻ നമ്മുടെ ആംഗിൾ ജോയിന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് 1 2. സോ ഈ ആക്ടിവിറ്റീസ് ആണ് ജോയിന്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ ഡൈനാമിക് സ്ട്രെച്ച് നമ്മുടെ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുള്ളത്. ഇതിപ്പോൾ ഞാൻ നൽകുന്ന ഒരു വാമപ്പ് വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ വർക്കൗട്ടിലും നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. സോ ഡൈനാമിക് സ്ട്രെച്ചിങ് ഫസ്റ്റ് ചെസ്റ്റ് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി 1 2. ഇത് ചെയ്യുന്നതിനോടൊപ്പം 1 2 3 4 5 ഈ ഒരു രീതിയിൽ ചെയ്യുക. 1 2 3. ഓക്കെ, ദെൻ 1 2 3. ഈ ആക്ടിവിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കുറച്ച് കാലകത്തി വെച്ചിട്ട് ഒന്ന് ഹിപ്പ് ലൈക്ക് ബെൻഡ് ചെയ്ത് 1 2 3 4 ഈ ഒരു രീതിയിലും ചെയ്യാം. ദെൻ ബാക്ക് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ബെൻഡ് ചെയ്യുക. ദെൻ 1 2 3 4 5 അവിടെ നിന്നുകൊണ്ട് തന്നെ 1 2 3 4 5 ഈ രീതിയിലും ചെയ്യുക. ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക. 1 2 ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ദെൻ ഫീറ്റ് ടച്ച് ചെയ്യാം. 1 2 3 4. ഇതും ഒരു 10 to 12 റെപ്പിറ്റേഷൻ 2 സെറ്റ് ചെയ്യുക. ദെൻ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് ലെഗ് റേസ് ചെയ്യുക. ഈച്ച് ലെഗ് ഫ്രണ്ട് വൈസും ചെയ്യുക, സൈഡ് വൈസും ചെയ്യുക. സോ ഈ എല്ലാ ആക്ടിവിറ്റീസും ഒരു 10 to 50 ടൈംസ് 2 സെറ്റ്. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം ഈ ആക്ടിവിറ്റി ഒരു 15 മിനിറ്റ് മാക്സിമം വരാവും. ഒരു 10 മിനിറ്റ്സ് എന്താ പറയുക ജോയിന്റ് മൊബിലൈസേഷനും മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക. ദെൻ 5 മിനിറ്റ്സ് വരുമ്പോൾ ഈ ജമ്പിങ് ജാക്സ് അല്ലെങ്കിൽ ബർപ്പീസ് പോലുള്ള ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യാൻ നിൽക്കണ്ട. സൈക്ലിങ്ങോ ട്രെഡ്മിൽ വാക്കിങ്ങോ എലിപ്റ്റിക് സൈക്കിളിലോ ഒരു 5 മിനിറ്റ് ഒന്ന് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. ദെൻ വർക്കൗട്ടിലോട്ട് മൂവ് ചെയ്യുക. സോ ഈ രീതിയിലായിരിക്കണം വാമപ്പ് ചെയ്യേണ്ടത്. ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ എക്സസൈസ് ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ.